സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ പ്രധാന തസ്തികകളിൽ ഉദ്യോഗസ്ഥരില്ലാത്തത് നിയമനം ഇല്ലാത്തത് കൊണ്ടല്ല. അനധികൃത അവധിയിൽ തുടരുന്നത് 1000-ലധികം ഉദ്യോഗസ്ഥരാണ്. കൃത്യമായ വിവരങ്ങൾ സഹിതം ന്യൂസ് മലയാളം ഇതാ പുറത്തുവിടുന്നു. കാണാം ദ ബിഗസ്റ്റ്. സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് തമാശയായി പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ. ലീവ് എടുക്കാൻ അവകാശമുണ്ടെങ്കിലും അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുമുണ്ട്. അതെല്ലാം കാറ്റിൽ പറത്തി അനധികൃത അവധിയിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഞെട്ടിക്കുന്നത്, അതും പ്രധാനപ്പെട്ട തസ്തികകളിൽ. 1397 ഉദ്യോഗസ്ഥരാണ് ആരോഗ്യവകുപ്പിലെ പ്രധാന 43 തസ്തികകളിലായി എല്ലാ ചട്ടങ്ങളും കാറ്റിൽ പറത്തി അവധിയിലുള്ളത്. ഏറ്റവും കൂടുതൽ അവധിയിലുള്ളത് അസിസ്റ്റന്റ് സർജൻമാർ 492 പേർ. രണ്ടാമതായി 390 നഴ്സിംഗ് ഓഫീസർമാരും ജോലിക്കെത്തുന്നില്ല. 41 ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, 65 സ്റ്റാഫ് നഴ്സുകൾ, 95 അസിസ്റ്റന്റ് പ്രൊഫസർമാർ. ഇങ്ങനെ നീളുന്നു പട്ടിക. ഇതൊന്നും വകുപ്പ് മേധാവികളുടെയോ ആരോഗ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ എന്നാകും സംശയം. എന്നാൽ ആരോഗ്യമന്ത്രിയുടെ അടക്കം മുന്നിലെത്തിയവയാണ് ഈ ഞെട്ടിക്കുന്ന അച്ചടക്ക ലംഘനം. കൃത്യം 1 വർഷം മുൻപ് നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകിയിരുന്നത്രേ. എന്നിട്ടിവിടെ എന്ത് സംഭവിച്ചു? ചോദ്യം മാത്രം ബാക്കിയാവുന്നു. പ്രൊബേഷൻ കാലയളവിലുള്ളവർ മുതൽ പ്രൊബേഷൻ പൂർത്തിയാക്കിയവരുമുണ്ട് ഈ സംഘത്തിൽ. ന്യായമായ ആവശ്യത്തിനായിരുന്നെങ്കിൽ ഒരിക്കലും അച്ചടക്ക ലംഘനത്തിലൂടെ അവധിയെടുക്കില്ല എന്നുറപ്പ്. മറ്റൊരാളുടെ അവസരം നഷ്ടപ്പെടുത്തിയാണ് നിങ്ങൾ ജോലി നേടി അനധികൃതമായി അവധിയിൽ തുടരുന്നതെന്ന് ഓർക്കണം. അതും നിരന്തരം നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ ആരോഗ്യ വകുപ്പിൽ. വിഷയത്തിൽ മാതൃകാപരമായ നടപടിയാണ് ഇനി വേണ്ടത്. മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.